നമസ്കാരം. ദേശീയത, തീവ്രദേശീയതയും വിശ്വാസം അതിവൈകാരികതയുമെല്ലാമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട, സുപ്രധാനം എന്ന് നമുക്ക് എല്ലാ അർത്ഥത്തിലും വിളിക്കാവുന്ന ഒരു കോടതി വിധിയിലേക്കാണ് നമ്മൾ ഇന്ന് കടന്നിരിക്കുന്നത്. അത് ഭരണഘടനാപരമായി വിലയിരുത്തപ്പെടുന്നതിനൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി അത് നൽകുന്ന സന്ദേശങ്ങൾ, അത് ചെറുതോ വലുതോ നല്ലതോ ശരിയോ എന്നുള്ളിടത്താണ് ഇതിൻ്റെ പ്രാധാന്യം. കാശ്മീർ എന്നുള്ള ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായ ഒരു പ്രദേശത്തിന് നൽകിയിരുന്ന പ്രത്യേക പരിഗണന നിയമപരമായി തന്നെ ഒരു ഭരണകൂടം റദ്ദാക്കുന്നു. അതിനെ നിയമപരമായെങ്കിലും അതിനെ ശരിവെക്കുന്ന ഒരു നടപടി ഏതാണ്ട് 5 വർഷം അല്ലെങ്കിൽ 4 വർഷത്തിന് ശേഷം ഏറ്റവും വലിയ നിയമ കോടതിയിൽ നിന്നുമുണ്ടാകും, അല്ലെങ്കിൽ നിയമ സംരക്ഷകരിൽ നിന്ന്, അല്ലെങ്കിൽ നിയമം വ്യാഖ്യാനിക്കുന്ന ഏറ്റവും ഉയർന്ന തലത്തിൽ നിന്ന്, സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടാകും. ആ ഒരു ഘട്ടത്തിൽ, ആ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തേക്ക് എത്തുന്നത്. അവിടെയാണ് നമ്മൾ ദേശീയതയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഒരു ശശി തരൂർ ഒരിക്കൽ പറഞ്ഞ പോലെ, വൈവിധ്യം എന്നുള്ളത് ഒന്നിലേക്ക് ചുരുക്കുകയാണ്, ഹോമോജിനസ് ആക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലേക്കാണ് നരേന്ദ്രമോദി ഭരണകൂടത്തെ പലപ്പോഴും പറയുന്നത്. ഭരണഘടനയിലും പാഠപുസ്തകങ്ങളിൽ വലിയ കടന്നു കയറി ഇന്ത്യ എന്ന വിശാലമായ ആശയത്തെ, അല്ലെങ്കിൽ ഇന്ത്യയുടെ വിശാലമായ ഇന്നലെയെ ഒരു ചെറിയ അതിരിനുള്ളിലേക്ക് ചുരുക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദി ലോകമെമ്പാടുമുള്ള വലതുപക്ഷത്തിൻ്റെ പ്രതിനിധിയാണ്. മുമ്പൊരു വീഡിയോ നമ്മൾ ചർച്ച ചെയ്തിരുന്നത്, വലതുപക്ഷം എന്നുള്ളത് എല്ലാ രീതിയിലും തങ്ങളുടെ സംസ്കാരവും തങ്ങളുടെ വിശ്വാസവും തങ്ങളുടെ ആശയവുമാണ് ഏറ്റവും മികച്ചത് വിശ്വസിക്കുന്നതാണ് വലതുപക്ഷം നമ്മൾ പറഞ്ഞു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ചർച്ചയും ഒരു സംവാദവും ഒരു വിലയിരുത്തലും ഇല്ലാതെ ഒരു നിയമം പാസ്സാക്കുന്നതാണ് ഇതിൻ്റെ ആദ്യത്തെ അസ്വസ്ഥത ഉണ്ടാവും. അത്തരം ഒരു വകുപ്പ് റദ്ദാക്കേണ്ടതുണ്ടോ, അതിലെ ശരി തെറ്റ് എന്താണ്, എന്തിനു വേണ്ടിയായിരുന്നു ആ വകുപ്പ് നിലകൊണ്ടത് എന്നുള്ള കാര്യങ്ങൾക്കെല്ലാം അപ്പുറം ഒരു സംവാദവും ഇല്ലാതെ ഒരു ദിവസം രാവിലെ നിരത്ത് കളയുന്നു എന്നിടത്താണ് ഇതിൽ ആദ്യത്തെ പ്രശ്നം ആരംഭിക്കുന്നത്. ആ പ്രശ്നവും അതിലെ രാഷ്ട്രീയവും നമ്മൾ മാറ്റി വയ്ക്കുകയാണ്, അതിലെ ശരി തെറ്റുകളിലേക്ക് നമ്മൾ കടക്കുന്നു. പക്ഷേ ഇത്തരമൊരു വകുപ്പ് ഇല്ലാതാക്കുമ്പോൾ നൽകുന്ന ചിത്രം എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭാഷാദേശീയതയും ഖലിസ്ഥാനും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പ്രതിസന്ധിയുമെല്ലാം ഇന്ത്യ എന്ന വികാരത്തിലേക്ക് എത്താത്ത ഒരു കൂട്ടം ആളുകൾ, അല്ലെങ്കിൽ എത്താൻ കഴിയാത്ത വലിയൊരു വിഭാഗം ആളുകൾ ഇന്ത്യയിലുണ്ട് എന്നുള്ളതിൻ്റെ തെളിവായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ എന്ന വികാരം എന്താണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യ എന്നുള്ള വികാരം എന്നത് അതിലെ വൈവിധ്യമാണ്. നിങ്ങൾക്ക് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും മറാഠിയും മലയാളിയും തമിഴനും തെലുങ്കനും നാഗാലാൻഡുകാരനും പഞ്ചാബിയും എല്ലാമായിട്ട് ഇവിടെ ജീവിക്കാൻ കഴിയും. ഇതൊന്നും അല്ലാതെയും നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. ഞാൻ ഒരു മതത്തിലും വിശ്വസിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും, ഒരു ദൈവത്തിലും വിശ്വസിക്കുന്നില്ല എന്ന് പറയാൻ കഴിയും. ഞാൻ മതത്തിൽ വിശ്വസിക്കുന്നു, ദൈവത്തിൽ വിശ്വസിക്കുന്നു, പക്ഷേ അമ്പലത്തിലും പള്ളിയിലും പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. അതുതന്നെയാണ് ഇന്ത്യ എന്നുള്ള ഏറ്റവും വിശാലമായ സങ്കല്പം. ആ വിശാലമായ സങ്കല്പം ഏറ്റവും വലിയ അർത്ഥത്തിൽ തിരിച്ചറിഞ്ഞത് പല വീഡിയോയിൽ നമ്മൾ ആവർത്തിച്ച പോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളാണെന്ന് നമുക്ക് പറയാൻ കഴിയും. വർണ്ണവറിയുടെ മ്ലേച്ഛമായ ഒരു പാരമ്പര്യം ഇന്നും പേറുമ്പോൾ പോലും വ്യക്തി സ്വാതന്ത്ര്യത്തിന് വലിയൊരളവിൽ പരിഗണന കൊടുക്കുന്ന സമൂഹമായിട്ട് ഇന്നും പാശ്ചാത്യ രാജ്യങ്ങൾ തീരുന്നത്. അത്തരം ഒരു ഘട്ടം നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്ത്യ എന്നുള്ള വികാരത്തിലേക്ക് എത്തുന്നത്. ഖലിസ്ഥാനുണ്ട്, LTT ഉണ്ട്, അങ്ങനെ നക്സലൈറ്റുകളുണ്ട്. ഇതിനെല്ലാം ഇത്തരം ആശയങ്ങൾ വളർന്നു വരാനുള്ള കാരണം എന്താണ്?
സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരികമായ പരിമിതിയാണോ? അല്ലെങ്കിൽ അതിതീവ്രമായ വികാരങ്ങളാണോ? രാജ്യവിരുദ്ധതയാണോ? ഇന്ത്യ എന്ന വികാരത്തിലേക്ക് എത്താൻ കഴിയാത്തതാണോ? ആ ചർച്ചയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തിൽ കിടക്കുന്നത്. കാരണം ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് വളരെ വിശാലമായൊരു കാഴ്ചപ്പാടാണ്. വിമർശന വിധേയമായ, നവീകരണത്തിന് വിധേയമായ, കാലാധിപത്യമല്ലാത്ത, കാലത്തിനും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന വലിയൊരു ആശയമാണ് ഇന്ത്യൻ ഭരണഘടന. അതുതന്നെയാണ് ഭരണഘടനാ ഭേദഗതി എന്നുള്ള ആശയം തന്നെ അതിൻ്റെ വലിയ തെളിവാണ്. നിങ്ങൾക്ക് നിയമ പണ്ഡിതരോടോ ഭരണഘടനാ വിദഗ്ധരോടോ നമുക്ക് ചോദിച്ചാൽ അത് തിരിച്ചറിയേണ്ടി. സ്വത്തവകാശം അടിസ്ഥാന അവകാശം അല്ലാതാക്കി മാറ്റിയ, രാജകുടുംബങ്ങൾക്ക് നൽകിയ പ്രിവ്യൂ പേഴ്സ് ഇല്ലാതാക്കിയ, അടിസ്ഥാന അവകാശങ്ങളും വിദ്യാഭ്യാസത്തിലുള്ള അവകാശവും അടിസ്ഥാന അവകാശമാക്കിയ, മൗലികാവകാശമാക്കിയ, അത് ഉറപ്പുവരുത്തേണ്ടത് തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടങ്ങൾ അവകാശമാക്കി മാറ്റിയ അത്തരം ഒരു വലിയ ഭരണകൂടമാണ് നമുക്കുള്ളത്. ഈ ഭരണകൂടം നവീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഏകാധിപതികളെ സൃഷ്ടിക്കാത്ത, ഏകാധിപതികളാകാൻ ശ്രമിച്ചവരെ അവർ എത്ര വലിയ ജനസ്വാധീനമുള്ളവരാണെങ്കിലും പുറന്തള്ളാൻ കഴിഞ്ഞ വലിയൊരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. അത്തരമൊരു ജനാധിപത്യ സംവിധാനം നിന്നുകൊണ്ട് തന്നെ 7.5 പതിറ്റാണ്ട് മുമ്പുള്ള വിഭജനത്തിൻ്റെ മുറിവ് വീഴുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് കടന്ന ഘട്ടത്തിൽ നാട്ടുരാജ്യങ്ങളും അവരുടെ സംഗീതമായ താല്പര്യങ്ങളും അതിർത്തി രാജ്യവുമായി ബന്ധപ്പെട്ട് മതവും മതത്തിൻ്റെ പേരിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ എല്ലാം നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ നിലനിന്ന ഒരാശയം അല്ലെങ്കിൽ ഒരു പ്രത്യേക പരിഗണന എന്ന് പറയുന്നത് 7 പതിറ്റാണ്ടിന് ശേഷം ഇല്ലാതെയാക്കുമ്പോൾ അത് ഇല്ലാതാക്കിയ രീതിയും ആ ഇല്ലാതാക്കിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങളും എത്രമാത്രം ശരിയല്ല എന്ന് നമ്മൾ പറഞ്ഞാലും അത് വളരെ വിശാലമായ ഒരു യാഥാർത്ഥ്യമായിട്ട് നമ്മൾ അംഗീകരിക്കേണ്ടത്. ഇന്ത്യ എന്ന വികാരത്തിനുള്ളിലേക്ക് മറ്റൊരു കൂട്ടം ആളുകൾ കൂടി കടന്നു വരുന്നതിനകത്താണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട. അത് നൽകുന്ന സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരികമായ സവിശേഷതകളുണ്ട്, സാധ്യതകളുണ്ട്. ഇന്ത്യയിലെ ലോകത്തിന് ഏറ്റവും മനോഹരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട്. കുങ്കുമപ്പൂ മുതൽ വലിയ വാണിജ്യ സാധ്യതകളുള്ള ഒരു ഇടം, സാമ്പത്തിക സ്വയം പര്യാപ്തതയിലേക്ക് രാജ്യത്തെ തന്നെ നയിക്കാൻ കഴിയുന്ന ഒരിടം, ടൂറിസത്തിലൂടെ മാത്രം ഇന്ത്യയെ ലോകത്തെ ഏറ്റവും മികച്ച സാമ്പത്തിക ശക്തിയാക്കാൻ കഴിയുന്നൊരിടം, പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ, പ്രകൃതിയുടെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ സവിശേഷമായ സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക ശാക്തീകരണത്തിന് വഴിതെളിക്കുന്നൊരിടം. അത്തരമൊരു ഇടം യുദ്ധമുഖരിതമായി ഇരിക്കുന്നു എന്നുള്ളത് വളരെ വേദനിപ്പിക്കുന്ന കാര്യമാണ്. അതിനെ നേരിടാൻ മാറി വരുന്ന ഭരണകൂടങ്ങൾ കഴിഞ്ഞില്ല എന്നുള്ളത് വലിയ യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇത്തരമൊരു നടപടി, ഇത്തരമൊരു ആശയം ഇന്ത്യ എന്ന ആശയത്തിലേക്ക് ഒരു ജനവിഭാഗത്തെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ കൂടെ കൊണ്ടുവരുമ്പോൾ നൽകുന്ന സന്ദേശം എന്താണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പലപ്പോഴും ബാഴ്സലോണ എന്ന ക്ലബും ആ ക്ലബ് ഇന്ത്യയിൽ സൃഷ്ടിക്കുന്ന വികാരവും തങ്ങളുടേതായ ഒരു വ്യക്തിത്വമുണ്ട് എന്ന് ആ ബാഴ്സലോണ നിവാസികൾ അറിയിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന വിഷയങ്ങൾ നമ്മൾ പത്രം കൂടെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ദ്വന്ദ്വ പൗരത്വം നൽകുന്ന അല്ലെങ്കിൽ 2 രാജ്യങ്ങളുടെ പൗരത്വം നൽകുന്ന സ്പെയിൻ പോലെയുള്ള രാജ്യങ്ങൾ എങ്ങനെ ലാറ്റിൻ അമേരിക്കയിലെ ഫുട്ബോൾ കളിക്കാർക്ക് തങ്ങളുടെ കഴിവ് തെളിയിക്കാൻ, കഴിവിനെ രാഗി മിനുക്കെടുക്കാൻ ഇടമായി എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരുന്നു. സ്പെയിൻ അടക്കമുള്ള രാജ്യം പലപ്പോഴും അത് ലാറ്റിൻ അമേരിക്കയുടെ സ്വതസിദ്ധമായ ഫുട്ബോളിൻ്റെ ഭംഗി ഇല്ലാതാക്കുന്നു നമ്മൾ അറിഞ്ഞിരുന്നു. അപ്പോൾ അവിടെ കാണിക്കുന്നത് സ്വയംഭരണവും തനിമയും തങ്ങളുടേതായ വ്യക്തിത്വം നിലനിർത്താൻ ശ്രമിക്കുന്ന ഇടങ്ങൾ ലോകമെമ്പാടുമുണ്ട്. എന്നാൽ ആ ഇടങ്ങളെല്ലാം വലിയൊരു മാതൃക ലോകത്ത് സൃഷ്ടിച്ചിരുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ബാഴ്സലോണ എന്ന് പറയുന്നത്. ഇത് യൂറോപ്പിന് വിവിധ ഇടങ്ങളിലുണ്ട്. ഭാഷാപരമായ സവിശേഷതകൾ കൊടുത്തുന്ന അല്ലെങ്കിൽ താൻ പോരിവപ്പെടുത്തുന്ന ഇടങ്ങൾ, ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കാത്ത ചിന്തകന്മാരും ബുദ്ധിജീവികളും എഴുത്തുകാരുമെല്ലാമുള്ള ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ, പോർച്ചുഗീസ് ഭാഷ സംസാരിക്കുന്ന
ബ്രസീൽ അടിമത്തത്തിൻ്റെ പ്രതീകമാണെന്ന് വിശ്വസിക്കുന്ന അയൽ രാജ്യങ്ങളുള്ള ലാറ്റിൻ അമേരിക്ക, ഇത്തരം സംസ്കാരങ്ങളും ഇത്തരം പ്രതിസന്ധികളും ഇത്തരം പരിമിതികളും എല്ലാം ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ നിലനിൽക്കുമ്പോഴും മതം ഒരു വലിയ പങ്ക് വഹിക്കുന്ന അല്ലെങ്കിൽ വലിയൊരു വിഷയമാകുന്ന കാശ്മീർ തീർച്ചയായും വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു ഇടമാണ്. താലിബാൻ്റെ വരവ്, കൊളംബോ തുറമുഖം, മറ്റു വീടുകൾ പറഞ്ഞതുപോലെ അമേരിക്കയ്ക്കെതിരായി അല്ലെങ്കിൽ ആഗോളതലത്തിൽ ദുർബലമായിക്കൊണ്ടിരിക്കുന്ന ആഗോളതലത്തിൽ ഒരു ബൈപോൾ അല്ലെങ്കിൽ രണ്ട് ധ്രുവങ്ങളിൽ നിന്നപ്പുറം പല രാജ്യങ്ങളിലേക്ക് അധികാര കേന്ദ്രങ്ങൾ മാറുന്നൊരു ഘട്ടത്തിൽ സാമ്പത്തികമായും സൈനികമായും ചൈനയും റഷ്യയും ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ പാകിസ്ഥാനിലൂടെ കൊളംബോ തുറമുഖത്തിലൂടെ തങ്ങളുടെ ശക്തി കാണിക്കാൻ ശ്രമിക്കുന്ന ചൈനയും റഷ്യയും സൃഷ്ടിക്കുന്ന സുരക്ഷാ ഭീഷണി, താലിബാനും അടക്കമുള്ള തീവ്രവാദ സംഘടനകളും എല്ലാം സൃഷ്ടിക്കുന്ന ഭീഷണി, ഇതിൻ്റെ എല്ലാം ചുറ്റുവട്ടത്താണ്, ഇതിൻ്റെ എല്ലാം പരിസരത്താണ് കാശ്മീർ നിൽക്കുന്നത്. തീവ്രവാദ സംഘടനകൾക്ക്, രാജ്യവിരുദ്ധ ശക്തികൾക്ക് വലിയ രീതിയിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഇടമാണ് കാശ്മീർ എന്നത് നമ്മൾ അംഗീകരിക്കുന്നത്. പക്ഷെ അതിന് എങ്ങനെയാണ് നേരിടേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നക്സൽ ആക്രമണങ്ങളെ നേരിടാൻ സാമൂഹിക സാമ്പത്തിക വികസനമാണ് വേണ്ടത് എന്ന് ഛത്തീസ്ഗഡും തെലങ്കാനയിലുമൊക്കെയുള്ള വിദഗ്ധർ പറയുന്നത് പോലെ, പോലീസ് വിദഗ്ധരും സാമൂഹിക വിദഗ്ധരും പറയുന്നത് പോലെ, തീവ്രവാദ സംഘടനകളെ ഇല്ലാതാക്കേണ്ടത് ഇത്തരത്തിലുള്ള സാമൂഹിക സാംസ്കാരിക സാമ്പത്തികമായ ശാക്തീകരണത്തിലൂടെ. ആ ശാക്തീകരണത്തിന് വലിയ രീതിയിൽ നിങ്ങൾ വാതിലുകൾ തുറന്നിടുകയാണ് വേണ്ടത്. കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്ന, കയറ്റിറക്കങ്ങൾ നടക്കുന്ന, സമ്പർക്കങ്ങൾ ഉണ്ടാകുന്ന ഒരു സാമൂഹിക ഇടനാഴിയാണ് നമ്മൾ സൃഷ്ടിക്കുന്നത്. അത്തരമൊരു ഇടനാഴികളുടെ ഏറ്റവും അനിവാര്യമായ ഒന്നാണ് കാശ്മീരിൻ്റെ വാതിലുകൾ തുറന്നിടുക എന്നുള്ളത്. വലിയ രീതിയിലുള്ള സുരക്ഷാ ഭീഷണികളും സാമൂഹികമായ പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ പോകുന്ന തീരുമാനം തന്നെയാണ് ഇതെന്ന് അംഗീകരിക്കുമ്പോഴും വലിയ രീതിയിലുള്ള ചുവടുവയ്പ്പായിട്ട് തന്നെ നമ്മളിതിനെ കണക്കാക്കിയിട്ടുണ്ട്. അതിൽ BJPയും ഹിന്ദുത്വയും ഇസ്ലാമിക തീവ്രവാദവും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യ എന്ന ആശയത്തിലേക്ക് ഒരു വലിയ പ്രദേശം കൂടി വരും. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ എന്ന് ഓരോ ഘട്ടത്തിലും ഓരോ സിനിമയിലും കവിതയിലും കഥയിലും എല്ലാം പറയുന്ന ഇന്ത്യക്കാരാണ്. കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാകുന്നു, പൂർണ്ണമായ അർത്ഥത്തിൽ ഇന്ത്യയുടെ ഭാഗമാകുന്നെന്ന് സ്വാതന്ത്ര്യം കിട്ടി 76 വർഷത്തിന് ശേഷമാണ് ഉറപ്പുവരുത്തുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഖേദകരമായ കാര്യം. എന്താണ് അതിന് കാരണം? എന്തുകൊണ്ട് അവിടെ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾക്ക് ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുന്നു? ആ പ്രദേശ നിവാസികൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ മതപണ്ഡിതന്മാർക്ക് അതിൽ പങ്കുണ്ടോ? അതോ തങ്ങൾ അവഗണിക്കപ്പെട്ടവരാണെന്ന് അവിടെയുള്ള ആളുകൾ തോന്നുന്നുണ്ടോ? എന്താണ് കാശ്മീരി പണ്ഡിറ്റുകൾക്കുണ്ടായ പ്രശ്നം? ഇത്തരം വിഷയങ്ങളെല്ലാം ഇടുങ്ങിയ രാഷ്ട്രീയ കോണിൽ നിന്ന് വലിച്ചെറിഞ്ഞുകൊണ്ട് വിശാലമായ അർത്ഥത്തിൽ നമ്മൾ വിശകലനം ചെയ്തിരിക്കുന്നു. വലിയൊരു സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക വിപ്ലവത്തിന് വഴി തുറക്കാൻ പോകും. കാരണം ഒരിക്കൽ കൂടി നമ്മൾ വാതിലുകൾ തുറന്നിടുകയാണ്. പല വീഡിയോകളും നമ്മൾ ആവർത്തിച്ച് പറഞ്ഞ പോലെ വാതിലുകൾ തുറന്നിടുമ്പോൾ വരുന്ന കാറ്റ് വളരെ തെളിച്ചമുള്ള വളരെ സുതാര്യമായ കാറ്റ്. ആ സുതാര്യമായ ആ വെളിച്ചത്തിൽ പടർന്ന് പന്തലിക്കുന്ന, മഞ്ഞ് പെയ്യുന്ന, മഴത്തുള്ളികൾ വീഴുന്ന പ്രതീക്ഷയുടെ വലിയൊരു ലോകം, വലിയൊരു വഴി നമ്മുടെ മുന്നിൽ തുറന്നു കിടക്കും. ആ വഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അവിടെ രാഷ്ട്രീയവും മതവും എല്ലാം തടസ്സങ്ങളാണ്, വിഘാതങ്ങളാണ്, പരിമിതികളാണ്. ആ പരിമിതികൾ നമുക്ക് അംഗീകരിക്കാൻ കഴിയും. ആ പരിമിതികളെ അംഗീകരിക്കുമ്പോൾ, വെല്ലുവിളിയെ അംഗീകരിക്കുമ്പോൾ, പ്രതിസന്ധികളെ അംഗീകരിക്കുമ്പോൾ വഴികൾ തുറക്കും. അത്തരമൊരു വഴിയാണ് ഇവിടെ തുറന്ന് എത്തിയിരിക്കുന്നത്. ഇടുങ്ങിയ ദേശീയതയ്ക്കപ്പുറം വിശാലമായ സാർവദേശീയതയ്ക്കുള്ള വലിയൊരു ഇടനാഴിയായിട്ട് 370 വകുപ്പ് മാറട്ടെ.